വാർത്തകളിലേക്ക് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. വയനാട് ചുള്ളിയോട് ചന്തയിൽ തീപിടുത്തം, ഒരാൾ മരിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, നടക്കുന്ന വാർത്തയാണ്. ആരാണ് മരിച്ചത്? ഇയാളെ രക്ഷപ്പെടുത്താനൊന്നും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? വയനാട് ചുള്ളിയോട് ചന്തയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. ഒരാൾ വെന്തു മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ചുള്ളിയോട് സ്വദേശിയായിട്ടുള്ള ഭാസ്കരനാണ് മരിച്ചത്. അദ്ദേഹം ചന്തയോട് ചേർന്ന് ഈ പഞ്ചായത്ത് മാലിന്യം സൂക്ഷിച്ച സ്ഥലത്തിന്റെ ഓരത്താണ് താമസിച്ചിരുന്നത്. ഈ ഭാസ്കരൻ ഉറങ്ങുകയായിരുന്നു. ഷെഡിലേക്ക് തീ പടരുകയായിരുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇവിടെ അവിടെ ഈ ദ്രുത കർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യം സംഭരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഏതാനും നാളുകളായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവും ഒരു ഭാഗത്ത് ഉയരുന്ന ഒരു നില ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത് ചന്തയോട് ചേർന്നുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിൽ മാലിന്യം വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ചന്തയുടെ സമീപത്ത് ചന്തയുമായി ബന്ധപ്പെട്ട കാലിക്കച്ചവടവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ കഴിയുന്ന ആളാണ് ഈ മരിച്ച ഭാസ്കരൻ എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ അതിന്റെ ഓരത്തെല്ലാം തന്നെ താമസിക്കുന്ന ആളാണ്. അങ്ങനെ ഷെഡിന് സമീപത്ത് കിടക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ തീ പടർന്നതും പിന്നീട് അത് വലിയ ഒരു അഗ്നിഗോളമായി മാറുകയും ചെയ്തിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മരിച്ചതായുള്ള, അതായത് മൃതദേഹം വെന്ത നിലയിൽ തന്നെ കണ്ടെത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടക്കുകയാണ്. ഏതായാലും വയനാട്ടിലെ ചുള്ളിയോട് ചന്തയിലാണ് തീപിടുത്തമുണ്ടായത്. അതിലേറ്റവും ദുഃഖകരമായ സാഹചര്യം, ഒരാൾ ആ തീപിടുത്തത്തിൽപ്പെട്ട് വെന്ത് മരിച്ചു എന്നതാണ്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട്. തുടർ പരിശോധനകൾ നടക്കുകയാണെന്ന് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.